ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്നാണ് അത് വാങ്ങുന്നത്. അതിന്റെ പ്രൈസ് ബില്ലും ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ രേണുവിന് കീമോ കൊടുക്കുന്നത് കാർബോപ്ലാറ്റിൻ എന്ന മെഡിസിനാണ്. അത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഈ ഫെസ്കോ ഈ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, ഈ ആന്റിബോഡി ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. ഈ ഇഞ്ചക്ഷന്റെ കാര്യമാണ് രേണു പറഞ്ഞത് 2 ലക്ഷത്തി സംതിങ് ആണ് ഇതിന്റെ വിലയെന്ന്. ഇത് രേണുവിന് മൊത്തം പറഞ്ഞേക്കുന്നത് 6 കീമോയാണ്. 6 കീമോ കഴിയുമ്പോൾ സർജറി. ഈ 6 കീമോയ്ക്കും ഈ കീമോ ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു ഇഞ്ചക്ഷനും എടുക്കുന്നുണ്ട്. ഈ ഒരു 2 ലക്ഷത്തി സംതിങ് രൂപയുടെ ഈ ഒരു മെഡിസിൻ ഇത് വെറും ഫ്രീയായിട്ട്, ഞാൻ ഇപ്പോഴും അതാ നിങ്ങളോട് ചോദിക്കുന്നത്, ഈ ഒരു മെഡിസിൻ ആണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇതാണെങ്കിൽ ഇത് 5000 രൂപയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് അത് ഞങ്ങൾക്കൊന്നാ കിട്ടുന്ന സ്ഥലം നിങ്ങളൊന്ന് പറഞ്ഞു തരിക. എന്റെ അനിയത്തിക്ക് വേണ്ടി ഞാൻ അത് എന്റെ ഒരു അപേക്ഷയാണ്. ഇതിപ്പോ ഞാൻ മരിക്കാൻ വേണ്ടി തന്നെ ആഗ്രഹിക്കുന്ന കുറച്ച് പേരും ഈ ഒരു ബ്ലോഗേഴ്സിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവർക്കൊന്നും ഒരു ദ്രോഹം ചെയ്തില്ല. നിങ്ങൾ ആരും എനിക്ക് ഒരു ഉപകാരവും ചെയ്യണ്ട, നിങ്ങൾ ഉപദ്രവിക്കാതിരുന്നാൽ മതി. ഞാൻ എങ്ങനെയും മരുന്നുമായിട്ട് ഞാൻ ജീവിച്ചു പോട്ടെ. അതിനകത്ത് ഓരോ ക്യാൻസർ പേഷ്യൻസ് വിളിച്ച് സംസാരിക്കുന്നതിന്റെ വോയിസ് റെക്കോർഡ്സുകളൊക്കെ കിടക്കുന്നുണ്ട്. എനിക്ക് അത്രേ ആയുള്ളൂ, അവക്കതായില്ല, എന്റെ ക്യാൻസറിന് ഇങ്ങനെയായിരുന്നു, എന്റെ ക്യാൻസറിന് കീമോ ചെയ്തപ്പോൾ ഞാൻ ഇത്ര രൂപയായുള്ളൂ. അത് പറയുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ക്യാൻസർ എന്ന് പറയുന്നത് അത് പല ടൈപ്സ് ഉണ്ട്, പല സ്റ്റേജസ് ഉണ്ട്. രേണുവിന്റെ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അതിൽ HER2 പോസിറ്റീവ് ആണ് കാണിക്കുന്നത്. അപ്പൊ HER2 പോസിറ്റീവിന് അത് അതിതീവ്രമായിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻസർ ആണ്. അത് അതിപ്രസരമുള്ള ഒരു ക്യാൻസറുമാണ്. അപ്പൊ അതില് നമ്മൾ നൂതനമായ ചികിത്സാ രീതികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ടാർഗറ്റഡ് തെറാപ്പി. ആ ടാർഗറ്റഡ് തെറാപ്പിയിൽ ഉള്ള ഒരു ഇഞ്ചക്ഷൻ ആണ് ഫെസ്കോ 600 mg. എന്റെ മെഡിസിനെ പറ്റിയുള്ള വിവാദങ്ങളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അറിഞ്ഞു. എനിക്ക് ഫോൺ തരാത്തതുകൊണ്ട് ഞാൻ ഇതൊന്നും അറിയുന്നില്ല. ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് വിവാദമൊന്നും കേൾക്കരുതെന്നും. അത് എന്റെ രോഗത്തിന്റെ ട്രീറ്റ്മെന്റിനെ ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വീട്ടുകാർ എനിക്കിപ്പോൾ ഫോൺ തരാറില്ല. അപ്പം നിങ്ങൾ ഇതിനെപ്പറ്റി കേട്ടപ്പോൾ തന്നെ എൻ്റെ ചേച്ചി അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് സംസാരിച്ചു. അപ്പം നിങ്ങൾ കുറച്ച് പേരുടെ ഉപകാരം ചെയ്തതിൽ ഉപദ്രവിക്കാതിരിക്കുക. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പൊ കീമോ കഴിഞ്ഞിട്ട് നല്ല ക്ഷീണത്തിൽ കിടക്കുവാണ്. നിങ്ങൾക്ക് അറിയാലോ കഴിഞ്ഞ വർഷത്തെ കീമോ കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയായിരുന്നു. സോ അപ്പൊ എന്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി ചേച്ചി സംസാരിക്കുന്നതായിരിക്കും. അപ്പം ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നോ ഇതിൽ സംസാരിക്കണമെന്നോ ഒരിക്കലും ആഗ്രഹിച്ചൊരു വ്യക്തിയല്ല. പക്ഷേ 2-3 ദിവസമായിട്ട് ചില വ്ളോഗേഴ്സ് രേണുവിന് കൊടുക്കുന്ന ഇഞ്ചക്ഷൻസിനെ കുറിച്ച് സമൂഹത്തിൽ തെറ്റായ കുറേ ധാരണകൾ അവർക്ക് സമൂഹ മാധ്യമത്തിൽ കൂടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അതിന് ഈ 2 ലക്ഷം രൂപയുടെ ഇഞ്ചക്ഷൻ രേണുവിന് മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെൻറ്റോ അവിടെ നിന്ന് എങ്ങനെയാണ് ഈ 2 ലക്ഷം രൂപയുടെ ഇഞ്ചക്ഷൻ എങ്ങനെയാകുന്നു? കീമോയ്ക്ക് അത്രയും മെഡിസിന് അത്ര വിലയാകുന്നില്ല. പിന്നെ കുറേ ക്യാൻസർ വന്ന ക്യാൻസർ പേഷ്യൻസിന്റെ വോയിസും എടുത്തിട്ടുകൊണ്ടിരിക്കുന്നു. അതിൽ അവർ സംസാരിക്കുന്നുണ്ട് അവർക്ക് ഈ മെഡിസിൻ 5000 രൂപയ്ക്ക് കിട്ടിയെന്നും, പിന്നെ ഞാനും ക്യാൻസർ പേഷ്യൻ്റാണ്, എനിക്ക് അത്രയും മെഡിസിന് വിലയായിട്ടില്ല. രേണു ഇത് രോഗം വരെ കള്ളത്തരമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ മെഡിസിൻ്റെ കാര്യത്തെക്കുറിച്ചും തെറ്റായി നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട്, രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. അവർക്ക് പോലും തെറ്റായ ഒരു സന്ദേശമാണ് ഇവർ ഇതിൽ കൂടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന്റെ സത്യാവസ്ഥ എന്താന്ന് നമ്മളിപ്പോ ഈ ബ്ലോഗേഴ്സിനെ ബോധിപ്പിക്കാൻ ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. ഞാൻ പറഞ്ഞല്ലോ, അവളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര്, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അവളുടെ രോഗം എത്രയും വേഗം ഭേദമാകാൻ വഴിപാട് കഴിക്കുന്ന ഒരുപാട് ആൾക്കാര്, നേർച്ച നേരുന്നവരുണ്ട്. അവർക്കൊക്കെ വേണ്ടി മാത്രമാണ്, അവർക്കൊന്നും ഇതൊന്നും സത്യാവസ്ഥ ബോധ്യമാകണം, അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ സംസാരിക്കുന്നത്. രേണുവിന്റെ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അതിൽ HER2 പോസിറ്റീവ് ആണ് കാണിക്കുന്നത്. അപ്പൊ HER2 പോസിറ്റീവിന് അത് അതിതീവ്രമായിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻസർ ആണ്. അത് അതിപ്രസരമുള്ള ഒരു ക്യാൻസറുമാണ്. അപ്പൊ അതില് നമ്മൾ നൂതനമായ ചികിത്സാ രീതികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ടാർഗറ്റഡ് തെറാപ്പി. ആ ടാർഗറ്റഡ് തെറാപ്പിയിൽ ഉള്ള ഒരു ഇഞ്ചക്ഷൻ ആണ് ഫെസ്കോ 600 mg. ഈ ഒരു ഇഞ്ചക്ഷൻ ആണ്. കാരണം ഇത് ഓരോ കീമോ ചെയ്യുമ്പോഴും കീമോയ്ക്ക് മുൻപായിട്ട് ഈ ഒരു ഇഞ്ചക്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ഇഞ്ചക്ഷൻ നമ്മളത് വാങ്ങുന്നത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്നാണ് അത് വാങ്ങുന്നത്. അതിന്റെ പ്രൈസ് ബില്ലും ഇതിൽ എഴുതിയിട്ടുണ്ട്.
പിന്നെ രേണുവിന് കീമോ കൊടുക്കുന്നത് കാർബോപ്ലാറ്റിൻ എന്ന മെഡിസിനാണ്. അത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഈ ഫെസ്കോ ഈ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, ഈ ആന്റിബോഡി ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. ഈ ഇഞ്ചക്ഷന്റെ കാര്യമാണ് രേണു പറഞ്ഞത് 2 ലക്ഷത്തി സംതിങ് ആണ് ഇതിന്റെ വിലയെന്ന്. ഇത് രേണുവിന് മൊത്തം പറഞ്ഞേക്കുന്നത് 6 കീമോയാണ്. 6 കീമോ കഴിയുമ്പോൾ സർജറി. ഈ 6 കീമോയ്ക്കും ഈ കീമോ ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു ഇഞ്ചക്ഷനും എടുക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് ഇന്നും അവര് പറയുന്ന കേട്ടു ഈ ഇഞ്ചക്ഷൻ 5000 രൂപയ്ക്ക് കിട്ടുമെന്ന്. എവിടാണ് ഈ 5000 രൂപയ്ക്ക് ഇഞ്ചക്ഷൻ കിട്ടുമെന്ന് അതൊന്ന് അറിയിക്കുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അത് ഏറ്റവും വലിയൊരു ഉപകാരമായിരിക്കും. ഈ ഒരു ഇഞ്ചക്ഷൻ 5000 രൂപയ്ക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഉപകാരമായിരിക്കും. പിന്നെ അതിനകത്ത് ഓരോ ക്യാൻസർ പേഷ്യൻസ് വിളിച്ച് സംസാരിക്കുന്നതിന്റെ വോയിസ് റെക്കോർഡ്സുകളൊക്കെ കിടക്കുന്നുണ്ട്. എനിക്ക് അത്രേ ആയുള്ളൂ, അവക്കതായില്ല, എന്റെ ക്യാൻസറിന് ഇങ്ങനെയായിരുന്നു, എന്റെ ക്യാൻസറിന് കീമോ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഇത്ര രൂപയായുള്ളൂ. അത് പറയുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ക്യാൻസർ എന്ന് പറയുന്നത് അത് പല ടൈപ്സ് ഉണ്ട്, പല സ്റ്റേജസ് ഉണ്ട്, അതിന്റെ ട്രീറ്റ്മെന്റ് പല ടൈപ്പാണ്. ഇപ്പൊ HER2 പോസിറ്റീവ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ആന്റിബോഡി ടാർഗറ്റ് തെറാപ്പി ഇവക്ക് കൊടുക്കേണ്ട വരുന്നത്. ഈ HER2 പോസിറ്റീവ് അല്ലാതെ HER2 നെഗറ്റീവ് ആയ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് ഈ കീമോയുടെ മാത്രം ആവശ്യമുള്ളൂ. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ മെഡിസിൻ ഇതാണ്. നിങ്ങൾ പറയുന്നുണ്ട് കീമോ, ഇതാണ് രേണുവിന് എടുക്കുന്ന കീമോ മെഡിസിൻ. ഇതിന്റെ വില അതേണ്ട നിങ്ങൾ കണ്ടോ, ഇതാണ് കീമോ എടുക്കുന്ന മെഡിസിൻ. ഇത് അതല്ല, ആ മെഡിസിൻ അല്ല. നിങ്ങൾ പറയുന്ന പോലെ പെയിൻ കില്ലറോ രേണു കള്ളത്തരം പറഞ്ഞിട്ടുണ്ടാകുന്ന അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ അല്ല ഇത്. ഇത് ടാർഗറ്റഡ് തെറാപ്പിക്ക് കൊടുക്കുന്ന ടാർഗറ്റഡ് തെറാപ്പി, അതിനുള്ള ആന്റിബോഡി ഇഞ്ചക്ഷൻ ആണിത്. ഇതിന്റെ വിലയുടെ കാര്യമാണ് രേണു പറഞ്ഞത്. ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്ക് അറിയില്ല. പിന്നെ ക്യാൻസർ വരുന്നത് ക്യാൻസർ പേഷ്യൻസ് തന്നെയാണോ അതിൽ വോയിസ് അയച്ചേക്കുന്നതും എനിക്കറിയില്ല. ഈ ഇഞ്ചക്ഷന്റെ കാര്യം നിങ്ങൾ പറയുന്ന പോലെ പെയിൻ കില്ലറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് 5000 രൂപ കിട്ടിയ മെഡിസിനോ അതാണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ആ നിങ്ങൾ പറഞ്ഞ മെഡിസിൻ ആണോ ഇതെന്ന് നിങ്ങൾ കൺഫേം ചെയ്തിട്ടാണോ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നെന്ന് എനിക്കറിയില്ല. പിന്നെ അതിനകത്ത് കുറെ ക്യാൻസർ പേഷ്യൻസ് ആരൊക്കെയോ അവരുടെ വോയിസ് ഒക്കെ നിങ്ങൾ എടുത്തിട്ടിട്ടുണ്ട്. അതിനകത്ത് ആ വോയിസ് പറയുന്ന ഒരു ആളുണ്ടല്ലോ, ആ ചേച്ചിയോടാണ് എനിക്ക് പറയാനുള്ളത്. അതിനകത്ത് ചേച്ചി പറയുന്നുണ്ടല്ലോ, എനിക്ക് അത്രേ ആയുള്ളൂ, എനിക്കും ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ്. ചേച്ചിയുടെ ആ ട്രീറ്റ്മെന്റ് റെക്കോർഡ്സും അതിന്റെ രേഖകളെല്ലാം ചേച്ചിയുടെ കയ്യിലുണ്ടല്ലോ. ചേച്ചിക്ക് അത് അറിയാമായിരിക്കുമല്ലോ. ചേച്ചി അത് വായിച്ചു നോക്കില്ലേ? ചേച്ചിയുടെ വീട്ടിലുള്ളവർക്ക് അത് അറിയാം. ചേച്ചി ഒന്ന് നോക്ക്, അതിൽ ചേച്ചിയുടെ ക്യാൻസർ ഏത് ടൈപ്പാണ്, ഏത് സ്റ്റേജ് ആണ്, അതിൽ HER2 പോസിറ്റീവ് ആണോ അതോ നെഗറ്റീവ് ആണോ? ഇതൊക്കെ രേണുവിന് ഇത്രയും സംഭവങ്ങൾ, ഇതാണ് രേണുവിന്റെ ക്യാൻസറിന്റെ ടൈപ്പ്. ആ ടൈപ്പ് തന്നെയാണോ ചേച്ചിക്ക് ഉണ്ടായെന്ന് ചേച്ചി ഒന്ന് നോക്കുക. എന്നിട്ട് വേണം ചേച്ചി പറയാൻ ചേച്ചിക്ക് ആയ മെഡിസിന്റെ വില തന്നെയാണോ രേണുവിനും ആകുന്നത്, ചേച്ചിക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണോ രേണുവിനും കൊടുക്കുന്നതെന്ന്. രേണു ഹോസ്പിറ്റലായിരുന്നു എന്ന് കള്ളത്തരം പറയുന്നു, അവള് ഹോസ്പിറ്റലല്ലായിരുന്നു, അത് കെട്ടിച്ചമച്ച കഥയാണ് എന്നൊക്കെ പറയുന്നവരും ഉണ്ട്. അവരോട് പറയാനുള്ള, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഈ ഒരു ക്യാൻസർ വന്ന് അതിലെ സ്റ്റേജ് ഇവളുടെ ആ ഒരു സ്റ്റേജ് ആയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ളവർ ഇത് പറയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഓരോ കീമോ ചെയ്ത് കഴിയുമ്പോഴും അവരുടെ കൗണ്ട് കുറയുന്നു, പിന്നെ വോമിറ്റിങ്, ലൂസ് മോഷൻ, അങ്ങനെയുള്ള ഓരോ അതിന്റെ സൈഡ് എഫക്ട്സുകളും വരുമ്പോൾ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. അങ്ങനെ അവർ ICUലാകും. പിന്നെ അത് കഴിഞ്ഞ് അതിൽ നിന്ന് റിക്കവറായി വന്നു കഴിയുമ്പം അടുത്ത കീമോയുടെ ടൈം ആകും. ആ കീമോ കഴിയുമ്പോൾ പിന്നെയും ഇങ്ങനെ ഈ കീമോ തീരുന്നോടം വരെ ഈ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അത് അറിയാവുന്നവർക്കും അത് അനുഭവിച്ചവർക്കും ആ ഒരു വേദന മനസ്സിലാകും. അല്ലാതെ ഹോസ്പിറ്റലിലാണെന്നോ അപ്പോൾ എന്നും അവൾ അങ്ങനെ കിടക്കണമെന്നോ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇതിൽ നിന്നും. കാരണം കീമോ കഴിഞ്ഞ് അതിന്റെ ആ ഒരു എഫക്റ്റ്, അതിന്റെ ബുദ്ധിമുട്ടുകൾ, അതിന്റെ ശാരീരികമായ അസ്വസ്ഥതകൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവളൊന്ന് എഴുന്നേക്കണ്ടേ? അവൾ എന്നും അങ്ങനെ കിടക്കണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? അവൾക്കൊരു കുഞ്ഞുണ്ട്, അത് നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ. അവൻ എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാം അവൾ തിരിച്ചു വരണമെന്ന്. 100 പേര് രേണുവിനെ കുറ്റപ്പെടുത്തുമ്പോഴും അവളുടെ കുടുംബവും അവളുടെ കുഞ്ഞും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവരെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അവൾ പഴയതുപോലെ തിരിച്ചു വരണം, തിരിച്ചു വരും.
അതിനുവേണ്ടി ഞങ്ങൾ ഓരോ കാര്യത്തിനും ഓടുന്നു. പുതിയ പുതിയ ടെസ്റ്റുകൾ, കാര്യങ്ങൾ, ഹോസ്പിറ്റല്, പുതിയ ട്രീറ്റ്മെന്റ്, മെഡിസിൻ, ഇതെല്ലാമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു പ്രാർത്ഥനയോടുകൂടി. അതിൻ്റെ ഇടയ്ക്ക് എന്തിനാണ് നിങ്ങളിങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇനിയെങ്കിലും നിങ്ങൾ ഈ സത്യാവസ്ഥയൊന്ന് മനസ്സിലാക്കുക. ഈ മെഡിസിന്റെ കാര്യം ഒന്നും ഒരു കള്ളത്തരമുള്ള കാര്യമല്ല. ഇതൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടേ നിങ്ങൾ ഇതുപോലെ വീഡിയോ ചെയ്യാൻ. എന്തിനാണ് അവളെ വീണ്ടും വീണ്ടും ഇങ്ങനെ ദ്രോഹിക്കുന്നത്? നിങ്ങൾക്ക് അവൾക്ക് വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഞങ്ങൾ ഒന്നും ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾ അവളെ സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥന മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഇനിയെങ്കിലും അവളെ കുറ്റപ്പെടുത്തുന്നവർ ഈ സത്യാവസ്ഥയൊന്ന് മനസ്സിലാക്കണം. എനിക്ക് ക്യാൻസർ വന്നു, എനിക്ക് ഇത്ര രൂപയായുള്ളൂ, പിന്നെ ഇവൾക്ക് എങ്ങനെയാണ് 2 ലക്ഷം രൂപയാകുന്നത്, പിന്നെ ഇന്ന് കിടക്കുന്ന കണ്ട് എനിക്ക് ക്യാൻസർ പേഷ്യൻസ് ഒക്കെ ആളെ വിളിച്ച് പറയുന്നെന്ന്. എനിക്ക് ഭയങ്കര പെയിനാണ്, ക്യാൻസറിന് സഹിക്കാൻ പറ്റുന്നില്ല, രേണുവിന് കൊടുത്ത ഇഞ്ചക്ഷൻ ഞങ്ങൾക്ക് കൂടി തരാൻ. ഇത് പെയിൻ കില്ലർ അല്ല. നിങ്ങൾക്ക് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ വീഡിയോ ചെയ്തോളൂ. പക്ഷെ മെഡിസിന്റെ കാര്യം അതേക്കുറിച്ച് നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടായിരിക്കണമെന്ന് മാത്രം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പേര് വന്ന് കമന്റ്സ്, അത് ഇന്ന് ഞാൻ കണ്ടായിരുന്നു, ആ കമന്റ്സിനകത്ത് കിടക്കുന്നു അവളുടെ തന്തയും തള്ളയും എല്ലാരും കൂടെ ഇറങ്ങി തെണ്ടാൻ പറയാൻ. ഈ പറയുന്ന ഓരോ വ്യക്തികളോട് ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഒരു സ്റ്റേജിലുള്ള ക്യാൻസർ, ഈ ബ്രസ്റ്റ് ക്യാൻസറിൽ HER2 പോസിറ്റീവായ ടൈപ്പിലുള്ള ഒരു ക്യാൻസർ നിങ്ങളുടെ ആരുടെയും വീടുകളിൽ വരാതിരിക്കട്ടെ. അത് വന്നു കഴിഞ്ഞാൽ ഓരോ കീമോ ചെയ്യുമ്പോഴും ഈ ഒരു ഇഞ്ചക്ഷനും കൂടെ അതിന്റെ കൂടെ എടുക്കേണ്ടതാണ്. അത്യാവശ്യമായിട്ടും അത് എടുക്കേണ്ടതാണ്. അപ്പൊ അതിന് ഓരോന്നിനും ഈ 2 ലക്ഷത്തി സംതിങ് വിലയാകും. ചിലപ്പോൾ 6 കീമോ കഴിഞ്ഞ് സർജറിയും കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഇത് നെഗറ്റീവ് ആയില്ലെന്നുണ്ടെങ്കിൽ ഇത് തുടർച്ചയായി ഒരു 17 എണ്ണോ എത്ര കീമോ പറഞ്ഞാൽ അതിനനുസരിച്ച് ഇത്രയും വിലയുടെ മെഡിസിൻ ആവശ്യമായിട്ട് വരും. അപ്പൊ നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ കുറ്റപ്പെടുത്തുന്നതെന്ന് എനിക്കറിയില്ല. ഈ മെഡിസിന്റെ കാര്യത്തിൽ ഇതാണ് സത്യാവസ്ഥ. ഇനി ഞങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, അവളെ സ്നേഹിക്കുന്നവരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും അവര് ഈ സത്യം ഒന്ന് മനസ്സിലാക്കണം. ആരുടെയും മുമ്പിൽ അവൾ തെണ്ടാൻ വന്നിട്ടില്ല നിങ്ങൾ പറയുന്ന പോലെ. ഈ ഒരു 2 ലക്ഷത്തി സംതിങ് രൂപയുടെ ഈ ഒരു മെഡിസിൻ, ഇത് വെറും ഫ്രീയായിട്ട്, ഞാൻ ഇപ്പോഴും അതാ നിങ്ങളോട് ചോദിക്കുന്നത്, ഈ ഒരു മെഡിസിൻ ആണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇതാണെങ്കിൽ ഇത് 5000 രൂപയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് അത് ഞങ്ങൾക്കൊന്ന് ആ കിട്ടുന്ന സ്ഥലം നിങ്ങളൊന്ന് പറഞ്ഞു തരിക. എന്റെ അനിയത്തിക്ക് വേണ്ടി അത് എന്റെ ഒരു അപേക്ഷയാണ്. എന്റെ മെഡിസിനെ പറ്റിയുള്ള വിവാദങ്ങളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അറിഞ്ഞു. എനിക്ക് ഫോൺ തരാത്തതുകൊണ്ട് ഞാനിതൊന്നും അറിയുന്നില്ല. ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ള വിവാദമൊന്നും കേൾക്കരുതെന്നും അത് എൻ്റെ രോഗത്തിന്റെ ട്രീറ്റ്മെന്റിനെ ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടുകാർ എനിക്കിപ്പോൾ ഫോൺ തരാറില്ല. അപ്പം നിങ്ങൾ ഇതിനെപ്പറ്റി കേട്ടപ്പോൾ തന്നെ എൻ്റെ ചേച്ചി അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് സംസാരിച്ചു. അപ്പം നിങ്ങൾ കുറച്ച് പേരെൻ്റെ ഉപകാരം ചെയ്തതിൽ ഉപദ്രവിക്കാതിരിക്കുക. എൻ്റെ കുഞ്ഞിനെ ഓർത്ത്, എൻ്റെ വീട്ടുകാരെ ഓർത്ത്, എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട് എൻ്റെ കൂടെ. അവരെ ഓർത്ത് നിങ്ങൾ എന്നെ ഉപദ്രവിക്കാതിരിക്കുക. എനിക്ക് നല്ല തലയ്ക്കകത്ത് വേദനയുണ്ട്. എനിക്ക് ഉറങ്ങി മതിയാവുന്നില്ല. ഇങ്ങനെ എഴുന്നേക്കാൻ പോലും വയ്യാതെ കിടക്കുവാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇവർക്ക് ഈ ഓർമ്മ പോയി പിന്നെ 2 ദിവസം ഒന്ന് ചാടിക്കും എന്നൊക്കെ പറയുന്ന പോലെ ഒന്നും അല്ല ഇത്. കീമോ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് കുറച്ച് ദിവസത്തിന് ഞാൻ തിരിച്ചു വരണമെന്നുള്ള എൻ്റെ കൊച്ചിൻ്റെ പ്രാർത്ഥന, എൻ്റെ വീട്ടുകാരുടെ പ്രാർത്ഥനയും എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. ഇതിപ്പം ഞാൻ മരിക്കാൻ വേണ്ടി തന്നെ ആഗ്രഹിക്കുന്ന കുറച്ച് പേരും ഈ ഒരു ബ്ലോഗേഴ്സിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവർക്കൊന്നും ഒരു ദ്രോഹം ചെയ്തില്ല. നിങ്ങളാരും എനിക്ക് ഒരു ഉപകാരവും ചെയ്യണ്ട. നിങ്ങൾ ഉപദ്രവിക്കാതിരുന്നാൽ മതി. ഞാൻ എങ്ങനെയും മരുന്നുമായിട്ട് ഞാൻ ജീവിച്ചു പോട്ടെ. പിന്നെ എനിക്ക് വേണ്ടി എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരും കൂടെ ഉണ്ട്. അവർ എനിക്കൊന്ന് ഈ വീഡിയോസ് എല്ലാം ഒന്ന് ലൈക്കും ഷെയറും ഒന്ന് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് എനിക്ക് എന്തായാലും മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പൊക്കോളാം. അപ്പം എൻ്റെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി അടുത്തൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണുന്നതിന് വരെ ബൈ.